എല്ലാവർക്കും നമസ്കാരം. സാഫിർജാൻ EXന്റെ മാനുവൽ അക്കൗണ്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയൊരു പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബേസിക് അക്കൗണ്ടിംഗ് എന്ന വർക്ക് ബുക്കിലെ ചാപ്റ്റർ 6 and 7 ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇതിലെ പാർട്ട് 5 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ പാർട്ട് 5ൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വർക്ക് 10, അതായത് ബേസിക് അക്കൗണ്ടിങ് എന്ന വർക്ക് ബുക്കിൽ നിങ്ങൾ വർക്ക് 10 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിലെ ജേണൽ, ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ് ഇതിൻ്റെ ഒരു പ്രാക്ടീസ് വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജേണൽ ചെയ്ത ശേഷമാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യാറുള്ളത്, ലെഡ്ജറും ട്രയൽ ബാലൻസും ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ജേണൽ ചെയ്തിരിക്കണം. അപ്പോൾ ആ ജേണലിൻ്റെ പ്രാക്ടീസാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിന് ശേഷം നെക്സ്റ്റ് പാർട്ടിൽ, അതായത് പാർട്ട് 6ൽ നമുക്കിതിൻ്റെ ലെഡ്ജറും ട്രയൽ ബാലൻസും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. ഈ ചാനൽ അപ്ലോഡ് ചെയ്ത മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഇങ്ങനത്തെ ഒരു പ്രൊഫൈൽ പിക്ചർ കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പ്ലേലിസ്റ്റ് കാണും. പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടാവും ബേസിക് അക്കൗണ്ടിങ്, അതായത് മാനുവൽ അക്കൗണ്ടിങ് 2 എന്നൊരു ഫോൾഡർ കാണാം. അതായത് അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് കാണാം. ആ പ്ലേലിസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ അപ്ലോഡ് ചെയ്ത ആദ്യം വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വർക്ക് 10 ആണ്, അതായത് ജേണൽ, ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ്. നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് എന്ന വർക്ക് ബുക്കിലെ 47ാമത്തെ പേജിൽ കാണുന്ന ഈ 10 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഈ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ജേണൽ ട്രാൻസാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് 1/4/2010 ക്യാപിറ്റൽ റിസീവ്ഡ് ബൈ ക്യാഷ്. ക്യാപിറ്റൽ നമ്മൾ ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ഏതാ ഡെബിറ്റ് കൊടുക്കുക, ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 2 നമ്മൾ കൊടുക്കുന്നത് ക്യാപിറ്റൽ. ഓക്കെ, ക്യാഷ് ഡെബിറ്റ്, ക്രെഡിറ്റ് ക്യാപിറ്റലാണ്. നമുക്ക് എമൗണ്ട് കൊടുക്കാം. ക്യാഷിൻ്റെ എമൗണ്ട് നമ്മൾ ഡെബിറ്റിലിട്ടു 1,00,000, ക്രെഡിറ്റിൽ ക്യാപിറ്റലിൻ്റെ നേരെ നമ്മൾ എന്ത് കൊടുത്തു, 1,00,000 കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് 2-ാം തീയതിത്തെ ട്രാൻസാക്ഷനാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി 2/4/2010 ക്യാഷ് ഡെപ്പോസിറ്റഡ് ടു ബാങ്ക്. ബാങ്കിലേക്ക് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ബാങ്കാണ് വരിക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 2 നമ്മൾ കൊടുക്കേണ്ടി വരിക ക്യാഷ്. എമൗണ്ട് 20,000 ആണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 20,000 ബാങ്കിൻ്റെ നേരെ ഡെബിറ്റായിട്ട് 20,000, ക്യാഷിൻ്റെ നേരെ ക്രെഡിറ്റ് ആയിട്ടും 20,000 കൊടുത്തു. അപ്പോൾ 2ാമത്തെ എൻട്രി നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് 3/4/2010 ഫർണിച്ചർ പർച്ചേസ്ഡ് ബൈ ക്യാഷ്. ഡെബിറ്റ് വരിക, ഫർണിച്ചർ ആയിരിക്കും അല്ലേ, ഫിക്സഡ് അസറ്റ് ആണ് ഡെബിറ്റ് വരിക. അപ്പോൾ ഫർണിച്ചറാണ് ഇവിടെ ഫിക്സഡ് അസറ്റ്. ഫർണിച്ചർ നമ്മൾ ഡെബിറ്റ് കൊടുത്തു. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 2 നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, ക്യാഷ് ആണ്, ക്രെഡിറ്റ് വരിക. ഓക്കെ, 2,000. അപ്പോൾ ഫർണിച്ചറിൻ്റെ നേരെ നമ്മൾ 2,000 കൊടുത്തു, ക്യാഷിൻ്റെ നേരെ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ 2,000 ഇട്ട് കൊടുത്തു. അപ്പോൾ 3ാമത്തെ ജേണൽ എൻട്രി നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് 4-ാം തീയതിയാണ്. അപ്പോൾ 4/4/2010 പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ലെക്സ് കമ്പനി 3,000. അപ്പോൾ നമ്മൾ ഡെബിറ്റ് വരിക എന്താണ്, പർച്ചേസ് ആണ് വരിക. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 2 ലെക്സ് കമ്പനി. പർച്ചേസിൻ്റെ നേരെ ഡെബിറ്റ് 3,000, ലെക്സിൻ്റെ നേരെ ക്രെഡിറ്റ് ആയിട്ട് ഞാൻ 3,000 കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ 4ാമത്തെ എൻട്രി നമ്മൾ കഴിഞ്ഞു. ഇനി 5-ാം തീയതി 5/4/2010 സാലറി പെയ്ഡ് ബൈ ക്യാഷ് ആണ്. അപ്പോൾ ആൻസർ എങ്ങനെ വരിക, സാലറി ഡെബിറ്റ് ആവും. സാലറി അക്കൗണ്ട് ഡെപ്റ്റർ 2 നമ്മൾ കൊടുക്കേണ്ടി വരിക ക്യാഷ്. 1,000 ആണ് അതിൻ്റെ എമൗണ്ട്. അപ്പോൾ ഞാൻ 1,000 ഇവിടെ കൊടുത്തു കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് പോവാം. ഇനി ബാക്കി നമുക്ക് 5 കൂടി ഉണ്ട് അല്ലേ. അപ്പം ഇവിടെ ബാക്കി 6-ാമതായിട്ട് വരുന്നത് 6/4/2010
കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ് ആണ്. കമ്മീഷൻ റിസീവ്ഡ് ഒരു ഇങ്കാണ്. അപ്പോൾ എന്തായാലും ക്രെഡിറ്റ് കൊടുക്കണം കമ്മീഷൻ റിസീവിന്. അപ്പോൾ ഡെബിറ്റ് വരിക ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ റിസീവ്ഡ് എന്ന് തന്നെ കൊടുക്കട്ടോ. ടു കമ്മീഷൻ റിസീവ്ഡ് കൊടുത്തു. നമ്മൾ 25,000 രൂപയാണ് നമുക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതും ഞാനിവിടെ കാണിച്ചു കഴിഞ്ഞു. ഇനി ഏഴാമത്തതായിട്ട് വരുന്നത് ഏഴാമതായിട്ട് എന്താണ്? പെയ്ഡ് റെൻറ്റ് ബൈ ചെക്കാണ്. അപ്പോൾ 7/4/2010 റെൻറ്റ് പെയ്ഡ് ബൈ ചെക്കാണ്. ചെക്കാവുമ്പോൾ എന്താ വരിക? ചെക്കാവുമ്പോൾ നമുക്ക് ബാങ്കാണ് വരിക. അപ്പോൾ റെൻറ്റ് ഡെബിറ്റ് വരും അല്ലേ. റെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു നമുക്ക് കൊടുക്കുന്ന ചെക്കിന് പകരം ടു ബാങ്ക്. അപ്പോൾ നമുക്ക് എമൗണ്ട് കൊടുക്കാം. എമൗണ്ട് വരുന്നത് ചെക്കിന് നമുക്ക് 1,000 ആണ് എമൗണ്ട്. ഓക്കെ, 1,000 നമുക്ക് എമൗണ്ട് വന്നു. ഇനി അടുത്തതായിട്ട് റെൻറ്റ് നമ്മൾ ബാങ്കിൽ നിന്ന് ചെക്കായിട്ട് നമ്മൾ കൊടുത്തു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ വരുന്നത് ഗുഡ്സ് റിട്ടേൺഡ് ടു ലെക്സ് കമ്പനി. ലെക്സ് കമ്പനിയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിരുന്നു നേരത്തെ. അപ്പോൾ ലെക്സ് കമ്പനിയിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ക്യാഷ് എന്ത് ചെയ്യാണ്? പർച്ചേസ് ചെയ്തതിൻ്റെ റിട്ടേൺ ചെയ്യണം. ഗുഡ്സ് അങ്ങോട്ട് തന്നെ റിട്ടേൺ കൊടുക്കണം. അതായത് പർച്ചേസ് റിട്ടേൺ ആണ് വരിക. അപ്പോൾ ലെക്സ് കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ ടു നമുക്ക് വരിക പർച്ചേസ് റിട്ടേൺ ആണ്. ടു പർച്ചേസ് റിട്ടേൺ. അപ്പോൾ ലെക്സ് കമ്പനി നമുക്ക് എത്രയാണ് റിട്ടേൺ ചെയ്യേണ്ടത്? 1,000 1000 രൂപേൻ്റെ സാധനങ്ങളാണ് അങ്ങോട്ട് തന്നെ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും ഒരു എൻട്രി ആയിട്ട് കൊടുത്തു. റിട്ടേൺ ട്രാൻസാക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി 9/4/2010 സോൾഡ് ഗുഡ്സ് ടു ലൈന കമ്പനി. അതെങ്ങനെ വരിക? ലൈന കമ്പനി നമുക്ക് ഡെബിറ്റ് വരും അല്ലേ. ലൈന കമ്പനി അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. കാരണം നമ്മൾ കസ്റ്റമറിന് എപ്പോഴും നമ്മൾ ഡെബിറ്റ് ആണല്ലോ കൊടുക്കുക അല്ലേ. അതായത് കസ്റ്റമറിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സെയിലാണ് നടക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കസ്റ്റമറിന് ഡെബിറ്റ് കൊടുക്കും. ക്രെഡിറ്റ് സെയിൽസ് 3,500 ആണ് അതിൻ്റെ എമൗണ്ട്. അത് 3,500 രൂപേൻ്റെ സെയിലാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇനി ലാസ്റ്റ് എൻട്രിയാണ് നമുക്ക് പറയാനുള്ളത്. ലാസ്റ്റ് എൻട്രി എന്താണ് നടക്കുന്നത് നോക്കാം. 10/4/2010 അന്നെന്താ നടക്കുന്നത്? റിട്ടേൺഡ് ഗുഡ്സ് ഫ്രം ലൈന കമ്പനി. ലൈന കമ്പനിക്ക് നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിരുന്നു 3,500 രൂപയ്ക്ക്. ആ 3,500 രൂപേൻ്റെ സാധനങ്ങളിൽ 500 രൂപേൻ്റെ സാധനങ്ങൾ നമുക്ക് ഇങ്ങോട്ട് തന്നെ റിട്ടേൺ വരികയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? സെയിൽസ് റിട്ടേൺ ആണ് നമുക്ക് വരിക അല്ലേ. അപ്പോൾ ഡെബിറ്റ് ആണ് സെയിൽസ് റിട്ടേൺ വരിക. സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ ടു നമുക്ക് വരുന്ന ആരായിരിക്കും? ആ പാർട്ടിനെയാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ലൈന കമ്പനിയാണ് നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ 500 ആണ് അതിൻ്റെ എമൗണ്ട്. 500 എമൗണ്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് 10ൻ്റെ ജേണൽ ട്രാൻസാക്ഷൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ. 1/4/2010 മുതൽ 10/4/2010 വരെയുള്ള ഈ ക്വസ്റ്റ്യൻസുകളുടെ ആൻസറാണ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ലെഡ്ജറും ട്രയൽ ബാലൻസും ആണ് നമുക്ക് നിർമ്മിക്കാനുള്ളത്. പക്ഷെ നമുക്ക് ലെഡ്ജറും ട്രയൽ ബാലൻസും നമുക്ക് നിർമ്മിക്കുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലല്ല, നമ്മൾ നെക്സ്റ്റ് പാർട്ടായിട്ട്, അതായത് പാർട്ട് 6 നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസിഫൈൻ അതായത് ലെഡ്ജറും ട്രയൽ ബാലൻസും എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അഥവാ പാർട്ട് 5 വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.